ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, സ്റ്റാറ്റ്യൂട്ട്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ പല പാർട്ടുകൾ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന പല എയ്ഡുകൾ, സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പാർട്ടുകളെ പറ്റിയും ഡിസ്കസ് ചെയ്യും. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്നിങ്ങനെയുള്ള വലിയൊരു എസ്സേ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഒറിജിൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്. ദി ഒറിജിൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഇസ് ഫ്രം ഓൾഡ് ഫ്രഞ്ച് സ്റ്റാറ്റസ്. ഫ്രഞ്ച് ടേമായിട്ടുള്ള സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റാറ്റ്യൂട്ട് എടുത്തേക്കുന്നത്. വിച്ച് മീൻസ് ലോ, റെഗുലേഷൻ, നിയമം എന്നൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ അർത്ഥം. ഇന്ത്യൻ പീനൽ കോഡ് വിച്ച് ഇസ് റിപ്ലേസ്ഡ് ബൈ ഭാരതീയനായ സംഹിത, അതൊരു സ്റ്റാറ്റ്യൂട്ടാണ്, അതൊരു ലോയാണ്. അപ്പോൾ ഏതൊരു ലോയിനെയും നമുക്ക് സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കാം. ഇതൊരു ഫ്രഞ്ച് ടേമാണ്. സ്റ്റാറ്റസ് എന്നായിരുന്നു ഒറിജിനലി വാക്ക്, പിന്നെ അത് സ്റ്റാറ്റ്യൂട്ടിലോട്ട് വന്നതാണ്. സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിന് 1-2 ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും 1-2 ഡെഫിനിഷൻ പഠിക്കുക. ആസ് പെർ ബ്ലാക്സ് ലോ ഡിക്ഷണറി, statute is a particular law enacted and established by the will of the legislative department of government expressed with the request for malities. അതായത് ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാക്കുന്ന അവരുടെ വില്ല് പ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരം അവരുണ്ടാക്കുന്ന ഒരു നിയമത്തിനെയാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ലെജിസ്ലേറ്റീവ് ബോഡി, അവർ ഇനാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന, ഫോം ചെയ്യുന്ന ഒരു ലോയിനെയാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കുക. തോംലിസ് ലോ ഡിക്ഷണറിയിലും അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. 1-2 ഡെഫിനിഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു വെച്ചേക്കുക. പാർട്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ട്. ഒരു സ്റ്റാറ്റ്യൂട്ടിന് എത്ര പാർട്ട് ഉണ്ടാകും, എന്തെല്ലാമാണ് ആ പാർട്ടുകൾ നോക്കാം. ഒരു സ്റ്റാറ്റ്യൂട്ടിന് ടൈറ്റിൽ ഉണ്ടാകും. ഒന്നാമത്തെ പാർട്ടാണ് ടൈറ്റിൽ. എല്ലാ സ്റ്റാറ്റ്യൂട്ടിനും ഒരു ടൈറ്റിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് CPC എടുത്ത് നോക്കുകയാണെങ്കിൽ ദർ ആർ ബേസിക്കലി 2 ടൈറ്റിൽ. 2 ടൈറ്റിലാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ഷോർട്ട് ടൈറ്റിൽ, 2 ലോങ് ടൈറ്റിൽ. എല്ലാ ആക്ടിനും എല്ലാ സ്റ്റാറ്റ്യൂട്ടിനും എന്തുണ്ടാവും, ഒരു ടൈറ്റിൽ ഉണ്ടാകും. സിവിലായിട്ടുള്ള മാറ്റേഴ്സിൻ്റെ പ്രൊസീജിയറിനെ പറ്റി പറയുന്ന ഒരു ലോ ഉണ്ട് ഇന്ത്യയിൽ, അതിനെ CPC എന്നാണ് പറയുന്നത്, സിവിൽ പ്രൊസീജിയർ കോഡ്. ക്രിമിനൽ മാറ്റേഴ്സിൻ്റെ പ്രൊസീജിയറിനെ പറ്റി പറയുന്ന ഒരു ലോ ഇന്ത്യയിലുണ്ട്, BNSS എന്നാണ് അതിനെ പറയുന്നത്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതിൻ്റെ പഴയ പേര് CRPC എന്നാണ്. അപ്പോൾ ഓരോ നിയമത്തിനും കൃത്യമായിട്ടുള്ള പേരുണ്ട്. ഷോർട്ട് ടൈറ്റിലും ഉണ്ടാകും, ലോങ് ടൈറ്റിലും ഉണ്ടാകും. ഒരു ടൈറ്റിലാണ് ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പാർട്ട്. ഒരു പേരുണ്ടാകും. അത് ഷോർട്ടായിട്ടുള്ള പേരും ഉണ്ടാകും, ലോങ് ആയിട്ടുള്ള പേരും ഉണ്ടാകും. എന്താണ് ഷോർട്ടായിട്ടുള്ള പേര്? ആ ഒരു ആക്ടിൻ്റെ ഇയർ ഉൾപ്പെടെ മെൻഷൻ ചെയ്യുന്ന ആ ഒരു പേരിനെയാണ് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈറ്റിൽ. The short title of an act is only its name, which is given solely for the purpose of reference and identification. ഏതൊരു ആക്ട് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം പറയുമ്പോൾ ആ ഒരു പേരിനെയാണ് ഷോർട്ട് ടൈറ്റിൽ എന്ന് വിളിക്കുക. എക്സാമ്പിൾ കണ്ടില്ലേ, സെക്ഷൻ 1 ഓഫ് CPC says this act may be cited as Code of Civil Procedure 1908. ഈ ഒരു കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 എന്നുള്ള ഒരു ഭാഗമാണ് ഷോർട്ട് ടൈറ്റിൽ. ഇനി ഒരു ലോങ് ടൈറ്റിലും കൂടി ഉണ്ടാവും. എല്ലാ ആക്ടിൻ്റെയും തുടക്കത്തിൽ ലോങ് ടൈറ്റിൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ആക്ട് എന്തൊരു പർപ്പസിന് വേണ്ടിയാണോ ഇനാക്ട് ചെയ്തേക്കുന്നത്, ആ ഒരു പർപ്പസ് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാവും. ആ വിശദീകരണത്തിനെയാണ് ലോങ് ടൈറ്റിൽ എന്ന് പറയുക. ലോങ് ടൈറ്റിൽ കണ്ടില്ലേ, എക്സാമ്പിൾ, ദി ലോങ് ടൈറ്റിൽ ഓഫ് CRPC സേസ് ആൻ ആക്ട് ടു CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നുള്ള ആക്ടിൻ്റെ അതൊരു ഷോർട്ട് ടൈറ്റിലാണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ആ ഒരു ആക്ടിൻ്റെ ലോങ് ടൈറ്റിലാണ് താഴെ പറയുന്നത്, ആൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദി ലോസ് റിലേറ്റിംഗ് ടു ക്രിമിനൽ പ്രൊസീജിയർ. ക്രിമിനൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ അമെൻഡ് ചെയ്യുകയും കൺസോളിഡേറ്റ് ചെയ്യാനും വേണ്ടി ഇനാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് എന്നതാണ് ആ CRPCയുടെ ലോങ് ടൈറ്റിൽ. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നുള്ളത് ആ ഒരു ആക്ടിൻ്റെ ഷോർട്ട് ടൈറ്റിലും, ഈ ഒരു വലിയ വാക്ക്, ഈ ഒരു ആക്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് മെൻഷൻ ചെയ്യുന്ന ആ ഒരു വരി, അതിനാണ് ലോങ് ടൈറ്റിൽ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടീസ്, എഗ്രിമെൻറ്റിനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ എന്തായിരിക്കും, ഒരു ലോങ് ടൈറ്റിൽ ആയിരിക്കും. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന വാക്ക് അത് ഷോർട്ട് ടൈറ്റിലുമാണ്. അപ്പോൾ എല്ലാ സ്റ്റാറ്റ്യൂട്ടിനും ഒരു ടൈറ്റിൽ ഉണ്ടാകും. അതൊന്നുകിൽ ഷോർട്ടായിരിക്കും, ഒന്നുകിൽ ഷോർട്ടല്ല, ഷോർട്ട് ടൈറ്റിലും ഉണ്ടാകും, ലോങ് ടൈറ്റിലും ഉണ്ടാകും.
ഇത് രണ്ടും എക്സ്പ്ലനേഷനായിട്ട് എക്സാമ്പിളായിട്ട് എഴുതാം. പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടിന് ഉണ്ടാകുന്ന മറ്റൊരു പ്രൊവിഷനാണ് പ്രിയാമ്പിൾ. ആമുഖം ഉണ്ടാവും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടാണ്, ഒരു നിയമമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രിയാമ്പിൾ ഉണ്ട്. We the people of India, having solemnly resolved to constitute India into sovereign, socialist, secular, democratic and republic, and to secure to all its citizens ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ വലിയൊരു പ്രിയാമ്പിൾ ഉണ്ട്. അതായത് ആ ഒരു സ്റ്റാറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റ്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രിയാമ്പിൾ എന്ന് വിളിക്കുക. ആമുഖം. കഥപുസ്തകത്തിലൊക്കെ ഒരു ആമുഖം ഉണ്ടാകും. എന്താണ് ആ കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചുരുക്കി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പ്രിയാമ്പിൾ ഇസ് എ ടൂൾ ഫോർ ഇന്റേണൽ എയ്ഡ് ടു ഇന്റർപ്രിട്ടേഷൻ ആസ് ഇറ്റ് കണ്ടെയ്ൻസ് മെയിൻ ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് ഫോർ ആക്ട്. ആക്ടിൻ്റെ മെയിൻ റീസൺസിനെയും ഒബ്ജക്റ്റിനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് പ്രിയാമ്പിൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ദി പ്രിയാമ്പിൾ ഇസ് മെൻഷൻ ഓൺ ദി വെരി ഫസ്റ്റ് പേജ് ഓഫ് ദി ആക്ട്. ആക്ടിൻ്റെ ഏറ്റവും തുടക്കത്തിലായിരിക്കും പ്രിയാമ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ് പ്രിയാമ്പിൾ എന്നുള്ളത്. മൂന്നാമത്തതാണ് മാർജിനൽ നോട്ട്സ്. മാർജിനൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിൻ്റെ സൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയ പ്രൊവിഷൻസ് ഉണ്ടാവും. മാർജിനൽ നോട്ട്സ് ആർ ഇൻസെർട്ടഡ് അറ്റ് ദി സൈഡ് ഓഫ് സെക്ഷൻസ്. ഓരോ സെക്ഷൻ്റെ സൈഡിൽ നമ്മളിപ്പോൾ ബുക്ക് എഴുതുമ്പോൾ നോട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന വാക്കിൻ്റെ മീനിങ്സ് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സൈഡിൽ എഴുതി വെക്കുമല്ലോ. ഏതെങ്കിലും പുതുതായിട്ടൊരു വാക്ക് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ ചിലപ്പോൾ കോളത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ അടിവരയിട്ടേക്കുന്ന ആ ഒരു ലൈനിൻ്റെ താഴെയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി വെക്കും. ഇങ്ങനെ സൈഡ് ഓഫ് ദി സെക്ഷൻസിൽ മെൻഷൻ ചെയ്യുന്ന അഡീഷണൽ നോട്ടുകളെയാണ് മാർജിനൽ നോട്ടുകൾ എന്ന് പറയുന്നത്. അത് ശരിക്കും സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമല്ല, എന്നാൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ മീനിങ് മെൻഷൻ ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതാണ് മാർജിനൽ നോട്ട്. മൂന്നാമത്തതാണ് ഹെഡിങ്. എല്ലാത്തിനും ഹെഡിങ് ഉണ്ടാകും. ഓക്കെ, എല്ലാ സെക്ഷൻ പറയുന്ന സ്ഥലത്തും ഹെഡിങ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കിക്കേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ആർട്ടിക്കിൾ 14 എത്തുമ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 എടുത്ത് നോക്കുകയാണെങ്കിൽ 15 6 ക്ലോസുകളുണ്ട്. 15ൻ്റെ സ്ഥലത്ത് ഒരു ഹെഡിങ് ഉണ്ട്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഇതാണ് ഹെഡിങ്. ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് ആർട്ടിക്കിൾ 15 കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ക്ലോസ് 1, നോ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്രിമിനേറ്റഡ് ബേസ്, അങ്ങനെ പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ഹെഡിങ് ഉണ്ടാവുമല്ലോ, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക സെക്ഷൻസിൻ്റെ അകത്തും അതിൻ്റെ ഹെഡിങ് ആയിട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ടാകും. ആ ഹെഡിങ്ങിലായിരിക്കും ആ ഒരു സെക്ഷനിലൂടെ പറയാൻ പോകുന്ന എന്ത് കാര്യമാണെന്ന് മെൻഷൻ ചെയ്തേക്കുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് ഇല്ലസ്ട്രേഷൻ. എക്സാമ്പിൾസിനാണ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓരോ സ്റ്റാറ്റ്യൂട്ടിലെ ഓരോ സെക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഗങ്ങളിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടാവും. തെഫ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ തെഫ്റ്റിനെ ഹെൽപ്പ് ചെയ്ത ആൾക്കും തെഫ്റ്റ് നടത്തിയ ആൾക്കും പണിഷ്മെൻറ്റ് കിട്ടും. ചിലപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു, ഇതൊക്കെ എളുപ്പമുള്ള ഭാഗമാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇല്ലസ്ട്രേഷനും കൂടി കൊടുത്തിട്ടുണ്ടാവും ആക്ടിൻ്റെ അകത്ത്. സപ്പോസ് എ ആൻഡ് ബി. In this instance, A has committed the offence of theft and only the B abate the offence, not commit. Then both parties will be liable for the offence of theft എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അപ്പോൾ എയും ബി ഒക്കെ ഇട്ട് കൊടുത്ത് പറയുന്നത് എന്തിനാണ്? നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കി തരാനാണ്. ഇല്ലസ്ട്രേഷൻ ആർ appended to a section of a statute with a view to illustrating the law explained in the provision. ആ പ്രൊവിഷനിൽ പറഞ്ഞ നിയമത്തെ നമുക്ക് ഉദാഹരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു ഉപമയാണ് അല്ലെങ്കിൽ ഉദാഹരണത്തിനെയാണ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമായുള്ള ഭാഗമാണ്. സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത് ഹെഡിങ് ഉണ്ടാകും, ഇല്ലസ്ട്രേഷൻ ഉണ്ടാകും, ലോങ് ടൈറ്റിൽ, ഷോർട്ട് ടൈറ്റിൽ ഉണ്ടാകും, വേറെ എന്തൊക്കെ ഉണ്ടാകും? പ്രിയാമ്പിൾ ഉണ്ടാകും, മാർജിനൽ നോട്ട് ഉണ്ടാകും. 6 എക്സ്പ്ലനേഷൻ. അതെ, എക്സ്പ്ലനേഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാകും. ഇപ്പോൾ BNS പഠിക്കുന്ന സമയത്ത് റേപ്പിൻ്റെ സെക്ഷൻസ് ഒക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ റേപ്പ് ചെയ്ത ആൾക്ക് ഇത്ര വർഷം ഇംപ്രിസ്മെൻറ്റ് കിട്ടും, ഫൈനും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു കാര്യം പറയും. അവിടെ കൊടുക്കുന്ന ഫൈന് വിക്ടമിൻ്റെ റിക്കവറിക്ക് വേണ്ടി, ഒരു പുനർജന്മത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുനരധിവാസത്തിന് വേണ്ടിയുള്ള ചെലവിന് വേണ്ടി വിക്ടമിന് കൊടുക്കണം എന്ന കാര്യം എക്സ്പ്ലനേഷനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ
അതെന്ത് ചെയ്യും, എക്സ്പ്ലനേഷൻ എന്നൊരു ക്ലോസ് വെച്ചിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. ദി എക്സ്പ്ലനേഷൻസ് ആർ ഇൻസർട്ടഡ് വിത്ത് ദി പർപ്പസ് ഓഫ് എക്സ്പ്ലെയിനിങ് ദി മീനിങ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊവിഷൻ. എക്സ്പ്ലനേഷൻ 1 ഇപ്പോൾ CPC ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 11 അകത്ത് റെസ് ജുഡിക്കേറ്റ എന്ന മാറ്റർ പറയുന്നതിൻ്റെ താഴെയായിട്ട് 8ഓളം എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. റെസ് ജുഡിക്കേറ്റ എന്നാൽ എന്താണ്, അത് ഇന്നതൊക്കെ റെസ് ജുഡിക്കേറ്റിൽ വരും, ഇന്നതൊക്കെ റെസ് ജുഡിക്കേറ്റിൽ വരൂല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വിശദീകരണം കൊടുക്കുന്നതിനെയാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ ക്ലോസുകൾ എവിടെ ഉണ്ടാകും, ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ഉണ്ടാകും. പങ്ക്ച്വേഷൻസ് ഉണ്ടാവും. പങ്ക്ച്വേഷൻ അറിയാലോ, ഫുൾ സ്റ്റോപ്പ്, കോമ, ബ്രാക്കറ്റ്, ഓരോ കാര്യങ്ങൾ ഒരു ആക്ടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ചിലപ്പോൾ ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫ് കിട്ടും, ഓർ ഇംപ്രസ്മെൻറ്റ് അപ് ടു 10 years കിട്ടും. അപ്പോൾ ഓറൊക്കെ എന്താണ്, പങ്ക്ച്വേഷൻ കോമാസ് ആണ്, പങ്ക്ച്വേഷൻ വാക്കുകളാണ്. അല്ലെങ്കിൽ കോമ ഇട്ട് കൊടുക്കും, വിത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ പങ്ക്ച്വേഷൻസ് അറിയിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, ആ ഒരു മീനിങ് തരാൻ വേണ്ടിയുള്ള പങ്ക്ച്വേഷൻസ് ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത് ഉണ്ടാകും. ആൻഡ് 8th വണ്ണാണ് സ്കെഡ്യൂൾ. ഒട്ടുമിക്ക സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്തും സ്കെഡ്യൂളുകൾ ഉണ്ടാകും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് സ്കെഡ്യൂൾ ഉണ്ട്. സ്കെഡ്യൂൾ ആർ ദി പാർട്ട് ഓഫ് സ്റ്റാറ്റ്യൂട്ട് വിച്ച് ആർ മെൻഷൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ആക്ട്. ആക്ടിൻ്റെ അവസാനമായിരിക്കും സ്കെഡ്യൂളുകളെ പറ്റി പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി 8 സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ 12 സ്കെഡ്യൂളുകളായി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടിൻ്റെയും അവസാന ഭാഗത്ത് സ്കെഡ്യൂളുകൾ കൊടുത്തിട്ടുണ്ടാവും. സ്കെഡ്യൂളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടിൻ്റെ അകത്ത് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം, അതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ അവിടെ പറയാൻ സ്ഥലമില്ല എങ്കിൽ ആ ഒരു കാര്യം സ്കെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട് 343 ആർട്ടിക്കിളിൽ. അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് ഒഫീഷ്യലായിട്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ സ്കെഡ്യൂൾ 7ൽ തന്നെ 7ൽ പറയുന്നുണ്ട്, 7 or 8 ആണ് കേട്ടോ, കറക്റ്റ് ഓർമ്മയില്ല. ആ കറക്റ്റ് സ്കെഡ്യൂളിൽ പറയുന്നുണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് 22 ലാംഗ്വേജ് ഇപ്പോൾ നിലവിലുണ്ട്. 22 ലാംഗ്വേജാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് സ്കെഡ്യൂളിലാണ് പറയുന്നത്. അപ്പോൾ ചില കണ്ടൻസ് അവിടെ മെൻഷൻ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇട്ടിട്ട് അവസാനം എന്ത് ചെയ്യും, ഒറ്റയടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനെയാണ് സ്കെഡ്യൂൾ എന്ന് വിളിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എക്സെപ്ഷൻ. എല്ലാ നിയമവും ജനറൽ ആയിരിക്കില്ലല്ലോ, ചില കാര്യങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ടാകും. മർഡർ പറയുന്ന കൂട്ടത്തിൽ ഒരാൾ മർഡർ കമ്മിറ്റ് ചെയ്താൽ എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. 5 സിറ്റുവേഷൻസിൻ്റെ ബേസിസിലാണ് മർഡർ കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊവോക്കേഷൻ അണ്ടറിൽ ചെയ്യുന്ന ആക്ട്, അണ്ടർ ഫൈറ്റിൻ്റെ അണ്ടറിൽ വരുന്ന മർഡർ, ലോഫുൾ അതോറിറ്റി എക്സീഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മർഡർ, അല്ലെങ്കിൽ ലോഫുൾ പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മർഡർ, അല്ലെങ്കിൽ വിത്ത് കൺസെൻറ്റ് നമ്മൾ ചെയ്യുന്ന മർഡർ. അപ്പോൾ ഇത്തരം മർഡറിൻ്റെ അകത്ത് ഇതെല്ലാം റെഡ്യൂസ്ഡ് ടു കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള എക്സെപ്ഷൻ നമ്മളവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 100ൽ. അപ്പോൾ ഇതേപോലെ എല്ലാ ആക്ടിൻ്റെ അകത്തും എക്സെപ്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. ജനറൽ റൂള് അപ്ലിക്കബിൾ അല്ല ഈ ചില സിറ്റുവേഷൻസിൽ എന്ന് പറഞ്ഞിട്ട് എക്സെപ്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പാർട്ട് ഓഫ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടാണ്. ഒരുപാട് തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടുകളുണ്ട്. കോഡിഫൈങ് ഉണ്ട്, കൺസോളിഡേറ്റിംഗ് ഉണ്ട്, ഡിക്ലറേറ്ററി ഉണ്ട്, റെമഡിയൽ ഉണ്ട്, ഇനേബിളിംഗ് ഉണ്ട്, ഡിസേബിളിംഗ് ഉണ്ട്, പീനൽ സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, ടാക്സിംഗ് ഉണ്ട്, എക്സ്പ്ലനേറ്ററി ഉണ്ട്, അമെൻഡിങ് ഉണ്ട്, റിപ്പീലിംഗ് സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ഇതെല്ലാം നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാം, ചുരുക്കി പഠിക്കാം. ഒന്നാണ് കോഡിഫൈങ് സ്റ്റാറ്റ്യൂട്ട്. പല കസ്റ്റമറി ലോയിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ സ്റ്റാറ്റ്യൂട്ടിലൂടെ മെൻഷൻ ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടിനെയാണ് കോഡിഫൈങ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിന്ദു റിലീജിയൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസുകളും നിയമങ്ങളും എല്ലാം കൂടി പല സ്ഥലത്തു നിന്ന് പല കസ്റ്റമറി ആയിട്ട് കിട്ടിയിട്ടുള്ള ലോസിനെല്ലാം കളക്ട് ചെയ്തിട്ട് ഒറ്റ ലോയാണ് ഇപ്പോൾ ഉള്ളത്. ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട്, അതേപോലെ 1-2 ലോയിലായിട്ടാണ് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തേക്കുന്നത്. ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആക്ട്, ഇത്ര ലോയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് മാറ്റേഴ്സ് ഉണ്ടല്ലോ. പല കാര്യങ്ങളെ കോഡിഫൈ ചെയ്തുകൊണ്ട് ഒറ്റ ഒരു ആക്ടിലൂടെ മെൻഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റ്യൂട്ടിനെയാണ് കോഡിഫൈങ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുക. ഇറ്റ് റിലേറ്റ്സ് ടു കോഡിഫിക്കേഷൻ ഓഫ് ദി ലോ, കളക്ഷൻ ഓഫ് ദി ലോ ടുഗദർ ലൈക്ക് കസ്റ്റമറി ലോ. എല്ലാ കാര്യങ്ങളെയും കൂടി ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു കാര്യം ഒരു ആക്ട് പറയുന്നുണ്ടെങ്കിൽ, ഒരു ആക്ട് കൊടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്ടിനെ, സ്റ്റാറ്റ്യൂട്ടിനെ കോഡിഫൈങ് സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കും. സെക്കൻഡ് വൺ ഈസ് കൺസോളിഡേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ട്. എന്താണ് കൺസോളിഡേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ട്? അതെ, ഇത് കസ്റ്റമറി ആയിട്ടുള്ള ലോയിൻ്റെ കാര്യങ്ങളാണ് കോഡിഫൈങ് പറഞ്ഞത്. കൺസോളിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസോളിഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കോഡിഫൈങ് പോലെ തന്നെയാണ്. കൺസോളിഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഒരു രാജ്യവും വെൻ ദി ലോ കമ്പൈൽസ് ഓൾ ദി സെറ്റ് ഓഫ്
combines all the set of penal laws and makes an entire law for controlling the crime of a particular country. അതെ, ഒരു രാജ്യത്തിൻ്റെ ക്രൈമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും മുഴുവൻ പീനൽ ലോയും ഒറ്റ സ്റ്റാറ്റ്യൂട്ടിന് അണ്ടറിൽ കൊണ്ടുവന്നാൽ ആ ഒരു സ്റ്റാറ്റ്യൂട്ടിനെ കൺസോൾട്ടേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയും. ഉദാഹരണത്തിന് ഭാരതീയ ന്യായ സംഹിതയൊക്കെ കൺസോൾട്ടേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന ഒഫൻസുകൾ ഏതൊക്കെയാണെന്ന് അതിന് എൻറ്റയർ പ്രൊവിഷൻസ് ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട്. സോ ഭാരതീയ ന്യായ സംഹിത ഇസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ കൺസോൾട്ടേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ട്. എല്ലാ പീനൽ ലോസിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ലോയിനെയാണ് കൺസോൾട്ടേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുക. ഡിക്ലറേറ്ററി സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് വെൻ ദി ലോ ഇസ് ഡിക്ലെയർഡ് ബൈ ലെജിസ്ലേച്ചർ. അതെ, ഒരു ലോ ലെജിസ്ലേച്ചറായിട്ട് ഡിക്ലെയർ ചെയ്ത ലോയാണ് ഫോർ കൺട്രോളിങ് ആൻ ആക്ടിവിറ്റി ഓർ കർബിങ് ദി ആക്ടിവിറ്റീസ് ഓഫ് എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയിലോ ഒരു ഏരിയയിലോ നടപ്പിലാക്കേണ്ടതായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് മുന്നോട്ട് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ലെജിസ്ലേച്ചർ ഡിക്ലെയർ ചെയ്യുന്ന നിർദ്ദേശങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്ന നാട്ടിൽ ഇന്ന നിയമം നടക്കണം, പഞ്ചാബിൽ ഇന്ന നിയമമാണ്, മണിപ്പൂരിൽ ഇന്ന സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇന്ന നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് ഓരോ പെർട്ടിക്കുലർ സ്ഥലങ്ങൾക്ക് പ്രോപ്പർട്ടിക്ക് മാത്രമായിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ട്, പാസ്സാക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളെയാണ് പെർട്ടിക്കുലർ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പാസ്സാക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളെ ഡിക്ലറേറ്ററി സ്റ്റാറ്റ്യൂട്ട് എന്നാണ് വിളിക്കുക. നാലാമത്താണ് റെമഡിയൽ സ്റ്റാറ്റ്യൂട്ട്. പൊതുവേ റെമഡീസിനെ പറ്റി മാത്രം മെൻഷൻ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ട്. ഉദാഹരണത്തിന് സ്പെസിഫിക് റിലീഫ് ആക്ട്. റിലീഫ് ആക്ടിൻ്റെ അകത്ത് കോൺട്രാക്റ്റിൻ്റെ ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ അഗ്രീഡ് പാർട്ടിക്ക് ഏതെല്ലാം റെമഡീസ് കിട്ടും എന്ന് മെൻഷൻ ചെയ്യുന്ന ആക്റ്റാണ്. അങ്ങനെയുള്ള ആക്ടിനെ റെമഡിയൽ സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കും. ഇനേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട്, ഡിസേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട്. ഇനേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് എന്ത് ചെയ്യാം, ചില അധികാരങ്ങൾ കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ട്. ഇങ്ങനെ സർക്കാരിന് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല. വെൻ എ സ്റ്റാറ്റ്യൂട്ട് ഇനേബിൾസ് എ പെർട്ടിക്കുലർ കോമൺ ലോ ആൻഡ് പാസിംഗ് ഓർ അക്വയർസ് ദി പബ്ലിക് പ്രോപ്പർട്ടി ബൈ ഗവൺമെൻറ് ഫോർ ദി ഡെവലപ്മെൻറ്റ് പർപ്പസ്. ചില അധികാരങ്ങൾ ഇനേബിൾ ചെയ്ത് കൊടുത്തുകൊണ്ട് പാസ്സാക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളെയാണ് ഇനേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലാൻഡ് അക്വിസിഷൻ ആക്ട്. ലാൻഡ് അക്വിസിഷൻ ആക്ടിലൂടെ പറയുന്നത് സർക്കാരിന് എന്ത് ചെയ്യുക, പൊതുജനങ്ങളുടെ ഭൂമി കോമൺ ഡെവലപ്മെൻറ്റിന് വേണ്ടി, പബ്ലിക് ബെനിഫിറ്റിന് വേണ്ടി എടുക്കാം, അക്വയർ ചെയ്യാം. അത് ഇനാബിൾ ചെയ്ത് കൊടുക്കുന്നതാണ്, ഒരു അധികാരം കൺഫർ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ കൺഫർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടിനെ ഇനേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയും. ഡിസേബിളിംഗ്, പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാസ്സാക്കപ്പെടുന്ന സ്റ്റാറ്റ്യൂട്ടുകൾ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് BNS തന്നെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കുക. തെഫ്റ്റ് നടത്താൻ പാടില്ല, ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ല, ഒരു കാര്യം ഡിസേബിൾ ചെയ്യാനാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാസ്സാക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളെ, പെർട്ടിക്കുലർ ആക്ടിവിറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് പാസ്സാക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളെ ഡിസേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയും. ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് പാസ്സാക്കുന്ന ആക്റ്റുകളെ ഡിസേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കാം. പീനൽ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമാനിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടുകളെയാണ് പീനൽ സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നത്. വയലേഷൻ, ഹ്യൂമാനിറ്റി റൈറ്റിൻ്റെ വയലേഷൻസ് ഒക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടുകളെ CRPC, IPC ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇതിനെ പീനൽ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയും. ടാക്സിങ് സ്റ്റാറ്റ്യൂട്ട് എന്തായിരിക്കും, ഒബ്വിയസ്ലി ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മെൻഷൻ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടിനെയാണ് ടാക്സിങ് സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കുക. എക്സ്പ്ലനേറ്ററി സ്റ്റാറ്റ്യൂട്ട് എന്താ, ദി ലോ ഇസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്. ഒരുപാട് പ്രൊവിഷൻസ് ഒന്നും ഇല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടിനെയാണ് എക്സ്പ്ലനേറ്ററി സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നത്. അമെൻഡിങ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിലവിലുള്ള നിയമത്തിൽ ചേഞ്ച് വരുത്തുന്ന സ്റ്റാറ്റ്യൂട്ടിനെ, പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും. അമെൻഡ് ചെയ്യണമെങ്കിൽ ബില്ല് പാസ്സാക്കണം, അമെൻമെൻറ്റ് ബില്ല്. ആ ബില്ലിനെയാണ് അമെൻഡിങ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുക. നിലവിലുള്ള കാര്യങ്ങളെ വ്യത്യാസം വരുത്തുന്ന ബില്ലിനെ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിനെ അമെൻഡിങ് സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കും. റിപ്പില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നിലവിലുള്ള നിയമത്തെ എടുത്തു കളയാൻ വേണ്ടി സ്റ്റാറ്റ്യൂട്ട് പാസ്സാക്കുമ്പോൾ അതിനെ റിപ്പില്ലിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിനെ മൊത്തത്തിൽ എടുത്തു കളയാൻ വേണ്ടി പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിനെ റിപ്പില്ലിംഗ് സ്റ്റാറ്റ്യൂട്ട് എന്നായിരിക്കും വിളിക്കുന്നത്. സോ റിപ്പില്ലിംഗ് സ്റ്റാറ്റ്യൂട്ട്, അമെൻഡിങ് സ്റ്റാറ്റ്യൂട്ട്, എക്സ്പ്ലനേറ്ററി സ്റ്റാറ്റ്യൂട്ട്, പീനൽ സ്റ്റാറ്റ്യൂട്ട്, ടാക്സിംഗ് സ്റ്റാറ്റ്യൂട്ട്, ഡിസേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട്, ഇനേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട്, റെമഡിയൽ സ്റ്റാറ്റ്യൂട്ട്, കോഡിഫയിങ് സ്റ്റാറ്റ്യൂട്ട്, കൺസോൾട്ടേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ട്, ഡിക്ലറേറ്ററി സ്റ്റാറ്റ്യൂട്ട്. ഇത്ര സ്റ്റാറ്റ്യൂട്ടാണ് നമുക്ക് ജനറലി പഠിക്കാനുള്ളത്, ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റിൽ നോക്കാനുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്താണെന്നും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്താണെന്നും നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് മൂവ് ചെയ്യേണ്ടത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്നാൽ എന്താണ് എന്നാണ്. നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടുകളെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരുപാട് സ്റ്റാറ്റ്യൂട്ടുകളുണ്ട്.
അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? വ്യാഖ്യാനം എന്നാൽ എന്താണ്, അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഇസ് ദി ബാക്ക് ബോൺ ഓഫ് അവർ ലീഗൽ സിസ്റ്റം. ഇത് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നെടുന്തൂണാണ്. കാരണം ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവുള്ളൂ. ഒരു ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എങ്കിൽ ആ ഒരു ആക്ടിന് എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഇല്ല. ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ ആൾക്കാർക്ക് അറിയണം, കോടതിക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഒരു നിലവിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ മീനിങ് അത് ഏത് രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ്, മനസ്സിലാക്കുന്നതിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുക. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ദി ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് സീക്സ് ടു ബി അച്ചീവ്ഡ് ക്യാൻ സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. താഴെ പറയുന്ന കാര്യങ്ങളാണ് മർമ്മപ്രധാനമായിട്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡിങ് ദി ഇൻറ്റൻറ്റ് ഓഫ് ദി ലെജിസ്ലേച്ചർ. ഇൻ്റർപ്രിട്ടേഷൻ്റെ ഉദ്ദേശം എന്താ? ഇൻ്റർപ്രിട്ടേഷൻ ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ ലോ പാസ്സാക്കിയ ആളുകളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ വാക്കും കണ്ട ഡയറക്റ്റ് ആ വാക്കിൻ്റെ അർത്ഥം എടുക്കരുത്, അവിടെ നമ്മൾ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണം. ഇവിടെ എന്താണ് ലെജിസ്ലേച്ചർ ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അച്ചീവിങ് ദി പർപ്പസ് ഫോർ വിച്ച് ദി സ്റ്റാറ്റ്യൂട്ട് വാസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ്. ആ ഒരു ആക്ട് കൊണ്ടുവന്നേക്കുന്നത് എന്തൊരു പർപ്പസിന് വേണ്ടിയാണോ ആ ഒരു പർപ്പസ് കിട്ടുന്ന രീതിയിൽ വേണം ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ. ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദി റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. പൊതുജനങ്ങളുടെ റൈറ്റും ഫ്രീഡം പ്രൊട്ടക്റ്റ് ചെയ്ത് വേണം ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാതെ ഓരോ ആക്ടിനെയും പിടിച്ച് അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിൽ അങ്ങോട്ട് അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റിങ്ങിന് വയലേഷൻ സംഭവിക്കും, സ്റ്റാറ്റ്യൂട്ടിൻ്റെ പർപ്പസ് ഫുൾഫിൽ ആയി പോവാതിരിക്കും, ഇൻറ്റൻഷൻ ഓഫ് ദി ലെജിസ്ലേച്ചറിന് വയലേഷൻ സംഭവിക്കും. അപ്പോൾ ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തണം എന്ന് പറയുന്നത്. There are two kinds of aid. ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ വേണ്ടി നമുക്ക് ഹെൽപ്പായിട്ട് ഉള്ള സാധനങ്ങളെയാണ് എയ്ഡ്സ് എന്ന് പറയുക. എയ്ഡിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. രണ്ട് രീതിയിലുള്ള എയ്ഡ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി എയ്ഡ്, രണ്ട് നോൺ സ്റ്റാറ്റ്യൂട്ടറി എയ്ഡ്. ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാക്കിൽ നമുക്ക് അവ്യക്തത വന്നാൽ ഇറ്റ്സ് ഒബ്ലിഗേറ്ററി ടു സെർച്ച് അല്ലെങ്കിൽ ടു റിസർച്ച് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. ആ ഒരു ടോപ്പിക്കിനെ പറ്റി റിസർച്ച് നടത്തണം, അതിൻ്റെ മീനിങ് ഇൻ്റർപ്രിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായകരമാകുന്ന രണ്ട് എയ്ഡുകളാണ്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി എയ്ഡ്. സ്റ്റാറ്റ്യൂട്ടറി എയ്ഡ് എന്ന് പറയുമ്പോൾ പ്രിയാമ്പിൾ, മാർജിനൽ നോട്ട്, ഇതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി എയ്ഡ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പ്രൊവിഷൻ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിയാമ്പിളിനെയും മാർജിനൽ നോട്ട്സിനെയൊക്കെ ഹെൽപ്പാക്കി എടുക്കാം. കാരണം മാർജിനൽ നോട്ടിൽ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അല്ലെങ്കിൽ പ്രിയാമ്പിളിൻ്റെ അകത്ത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്ന കൂട്ടത്തിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ പ്രിയാമ്പിൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാർജിനൽ നോട്ട് വെച്ചുകൊണ്ട് അവ്യക്തമായ സാധനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർപ്രിറ്റ് ചെയ്ത് റിസോൾവ് ചെയ്യാം. ഇത് സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത് തന്നെയുള്ള എയ്ഡാണ്. ഇനി രണ്ടാമത്തെ എയ്ഡാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി എയ്ഡ്. സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്തുള്ള എയ്ഡല്ല, എന്നാൽ എയ്ഡാണ്, പക്ഷേ സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്തുള്ള എയ്ഡല്ല. അതിൽ ഒന്ന് നമുക്ക് ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി. നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഒരു ലോ കൊണ്ടുവരാനുള്ള കാരണം എന്താണ് എന്ന് പരിശോധിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇന്നൊരു ലോ കൊണ്ടുവന്നത്. സോ ഈ ഒരു ലോയുടെ ഇന്നൊരു വാക്കിനെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണല്ലോ ലോ കൊണ്ടുവന്നത്. സോ അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുന്ന രീതിയിൽ അർത്ഥം നമ്മൾ വ്യാഖ്യാനിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു കൃത്യമായ അർത്ഥത്തിലോട്ട് എത്താൻ സഹായകരമായത് ഇതിൻ്റെ ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി നോക്കിയപ്പോഴാണ്. അപ്പോൾ ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി എയ്ഡാണ്. സെക്കൻഡ് വൺ, ഡിക്ഷണറി ഡെഫിനിഷൻ. അവ്യക്തമായ വാക്കുകൾ വന്നാൽ നമുക്ക് ഡിക്ഷണറികൾ യൂസ് ചെയ്യാം. കോടതി ലോ ഡിക്ഷണറികളുണ്ട്, അത് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ കേസ് ലോ നോക്കാം, ജുഡീഷ്യറി പ്രീസിഡൻസ് ഒക്കെ നോക്കാം, കോടതി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ പറ്റുന്നതാണ്. എന്നാൽ ഇത് മൂന്നും നോൺ സ്റ്റാറ്റ്യൂട്ടറി എയ്ഡുകളാണ്. ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി എന്നുള്ളതും ഡിക്ഷണറി ഡെഫിനിഷൻസ് എന്നുള്ളതും കേസ് ലോ എന്നുള്ളതും. സ്റ്റാറ്റ്യൂട്ടറി എയ്ഡ്സ് എന്ന് പറയുന്നത് പ്രിയാമ്പിളും മാർജിനൽ നോട്ടുമാണ് എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. There are certain types of rules. ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. രണ്ട് രീതിയിലുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളെയാണ് റൂൾ എന്ന് പറയുക. ഒന്ന് ലിറ്ററൽ റൂളാണ്, രണ്ട് ഗോൾഡൻ റൂളാണ്, മൂന്നാമത്തത് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, നാലാമത്തത് മിസ്ചിഫ് റൂള്, അഞ്ചാമത്തത് പർപ്പസീവ് അപ്രോച്ച്. എന്താണ് ലിറ്ററൽ റൂൾ? ലിറ്ററൽ റൂളിൻ്റെ അകത്ത് പറയുന്നത് ഒരു ആക്ടിൻ്റെ അകത്ത് ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ
നത്തിങ് ബട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് അതിനെ ആലോചിക്കരുത്. ആ വാക്കിൻ്റെ ഡയറക്റ്റ് മീനിങ് തന്നെ കൊടുത്തുകൊണ്ട് അവിടെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തണം എന്നാണ് ലിറ്ററൽ റൂളിൽ പറയുന്നത്. ദിസ് ഈസ് ദി വെരി ബേസിക് റൂൾ. IPCയിൽ ഒരു സെക്ഷൻ ഉണ്ട്, റേപ്പിൻ്റെ സെക്ഷൻ. ഇഫ് ഹീ പെനെട്രേറ്റ്സ് ഹിസ് പെനിസ് ഇൻ ടു ദി വജൈന ഓർ ഏത്ര എയ്നസ് ഓർ മൗത്ത് ഓഫ് എ വിമൺ ടു എനി എക്സ്റ്റെൻറ്റ് ഓർ എനി ഒബ്ജക്റ്റ് ഓഫ് ഹിസ് ബോഡി എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇഫ് ഹീ അവിടെ കൊടുത്തേക്കുന്നത് ഹീ എന്ന വാക്കാണ്, അവൻ, വിച്ച് മീൻസ് അവളില്ല. ജെൻഡർ ന്യൂട്രൽ ലോ അല്ലാതെ ആണുങ്ങൾക്ക് മാത്രമാണ് ഓഫൻസ്, ആണുങ്ങൾക്ക് എതിരെ മാത്രം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലിറ്ററൽ റൂള്, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഇനി ഇൻ കേസ് ഒരു പെണ്ണാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നത് എങ്കിൽ നമുക്ക് റേപ്പ് കൊടുക്കാൻ പറ്റുമോ, സംശയം വരാം. ദെൻ വി നീഡ് ടു അപ്ലൈ ദിസ് റൂൾ, ലിറ്ററൽ റൂൾ കൊടുക്കണം. അവിടെ ലിറ്ററലി ഹീ ആണ് ഉപയോഗിച്ചേക്കുന്നത്, അപ്പോൾ അവിടെ ഹീ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൊടുക്കണം. അതായത് അവനെ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ, അവളെ ശിക്ഷിക്കാൻ പറ്റൂല. ഇത് ലിറ്ററൽ റൂളിൻ്റെ ഹെൽപ്പോട് കൂടി ഇൻ്റർപ്രിട്ടേഷൻ നടത്തിയപ്പോഴാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷനിൽ ലിറ്ററൽ റൂൾ ഫോളോ ചെയ്യണം ബേസിക്കലി. ചില കേസസിൻ്റെ അകത്ത് നമുക്ക് ലിറ്ററൽ റൂൾ ഫോളോ ചെയ്യാൻ പറ്റൂല. ചില സ്ഥലത്ത് വ്യക്തമായ ഒരു വാക്കുണ്ടാകും, അത് അതിൻ്റെ ലിറ്ററൽ മീനിങ് തന്നെ എടുക്കാൻ പറ്റണമെന്നില്ല. വെരി പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ലിറ്ററൽ ദാറ്റ് അതർ അതോറിറ്റി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചപ്പോൾ ആർട്ടിക്കിൾ 12 4 ക്ലോസുകൾ ഉണ്ടെന്ന് പഠിച്ചു. അതായത് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് എന്തിനെയൊക്കെ കൊണ്ടുവരാം എന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ ക്ലോസ് 4 അതർ അതോറിറ്റി, മറ്റ് അതോറിറ്റികളെയും എന്ന് പഠിച്ചിട്ടുണ്ട്. മറ്റ് അതോറിറ്റി എന്ന വാക്കിൻ്റെ ലിറ്ററൽ റൂൾ എടുത്തു കഴിഞ്ഞാൽ ഏത് അതോറിറ്റി ഉണ്ടെങ്കിലും അതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും തമ്മിൽ ഒരു കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്, ഞങ്ങളെ കമ്പനി ഒരു അതോറിറ്റി ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നമ്മളെ സ്റ്റേറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ലിറ്ററൽ റൂൾ വെച്ച് നോക്കുമ്പോൾ അതോറിറ്റി ആയിട്ടുള്ള എല്ലാ സാധനത്തിനെയും പിടിച്ച് അതർ അതോറിറ്റിയിൽ ഉൾപ്പെടുത്താമെന്നതാണ്. പക്ഷേ അത് പറ്റില്ല, എല്ലാ സമയത്തും ലിറ്ററൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അനദർ റൂൾ ഇസ് ഗോൾഡൻ റൂൾ വിച്ച് ഇസ് ഡിപ്പാച്ചർ ഫ്രം ദി ലിറ്ററൽ റൂൾ. ലിറ്ററൽ റൂളിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് മാറിയുള്ള റൂളാണ്. വിച്ച് അലൗസ് ദി കോർട്സ് ടു മോഡിഫൈ ദി മീനിങ് ഓഫ് എ ലോ. ഇത് കോടതിക്ക് എന്ത് ചെയ്യാനുണ്ട്, അധികാരമുണ്ട് ഈ ലോയിൻ്റെ മീനിങ്ങിനെ മോഡിഫൈ ചെയ്യാൻ. അതായത് അവിടെ ചിലപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള വാക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. കോടതിക്ക് എന്ത് ചെയ്യുക, അവിടെ ഒരു തെറ്റായ അർത്ഥം കിട്ടാതിരിക്കാൻ ശരിയായ രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് കോടതിക്ക് മാച്ച് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ കോടതിക്ക് അധികാരമുണ്ട് എന്നാണ് ഗോൾഡൻ റൂളിൽ പറയുന്നത്. എല്ലാ സമയവും ലിറ്ററൽ റൂൾ ആപ്ലിക്കബിൾ ആയിരിക്കണം എന്നില്ല. ചില സമയങ്ങളിൽ തെറ്റായ സാധ്യതകൾ വരാൻ ഉള്ള സാഹചര്യങ്ങളിൽ കോടതിക്ക് എന്ത് ചെയ്യുക, ഓരോ വാക്കിൻ്റെയും ഡയറക്റ്റ് മീനിങ് എടുക്കാതെ ഒരു മോഡിഫൈ ചെയ്ത ഒരു മീനിങ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഒരു റൈറ്റിനെയാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് റോൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ്റെ സമയത്ത് ഒരു ആക്ടി പറയുന്നത് ഇന്നതുപോലെ ചെയ്യാൻ, മറ്റേ ആക്ടി പറയുന്നു ഇന്നതല്ല മറ്റേതുപോലെ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ വരുമ്പോൾ റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ അപ്ലൈ ചെയ്യണം. അതായത് രണ്ടിനെയും വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ, ഒരു നിയമം തെറ്റാണ് ഈ നിയമം മാത്രം എടുത്താൽ മതി, അങ്ങനെ പാടില്ല. 2 നിയമത്തിനും ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എന്ന് പറയുന്നത് പോലെ ഈ നിയമത്തിനെയും ആ നിയമത്തിനെയും ഒരുപോലെ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ പരസ്പരം അലൈൻ ചെയ്യുന്ന രീതിയിൽ വേണം ഒരു മീനിങ് കൊടുക്കാൻ. ഒരു വാക്കിന് മീനിങ് കൊടുക്കുമ്പോൾ അത് 2 നിയമത്തിനെയും സംരക്ഷിച്ചു കൊണ്ടാകണം, ഹാർമോണിയസ്ലി കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടായിരിക്കണം എന്നാണ് റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് റൂൾ ഇസ് മിസ്ചിഫ് റൂൾ. മിസ്ചിഫ് റൂൾ is nothing but its meaning is included in that term. മിസ്ചിഫ് എന്ന് പറഞ്ഞാൽ എന്താ, തെറ്റ് എന്നാണ്. മിസ്ചിഫ് റൂളിൽ പറയുന്നത് ഓരോ പെർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ടും വന്നേക്കുന്നത് ചില പെർട്ടിക്കുലർ തെറ്റുകൾ ഒഴിവാക്കാനാണ്. IPC കൊണ്ടുവന്നേക്കുന്നത് ഒരുപാട് ഒഫൻസുകൾ ഒഴിവാക്കാനാണ്. അപ്പോൾ IPCയുടെ അകത്തുള്ള ഓരോ പ്രൊവിഷനെ വ്യാഖ്യാനിക്കുമ്പോഴും ആ മിസ്ചിഫ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിലായിരിക്കണം ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ. ലിറ്ററലി ചിലപ്പോൾ അവിടെ പറയുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള മീനിങ് കിട്ടണം എന്നില്ല. പക്ഷേ മിസ്ചിഫ് റൂളിൽ പറയുന്നു ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ട് ഒരു മിസ്ചിഫ് നീക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നതെങ്കിൽ ആ മിസ്ചിഫിനെ നീക്കുന്ന രീതിയിൽ വേണം അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ. ഇറ്റ് പെർമിറ്റ്സ് ദി കോർട്ട് ടു കൺസിഡർ ദി പ്രോബ്ലം ദാറ്റ് ഇഷ്യൂ ദാറ്റ് എ ലോ വാസ് മെറ്റ് ടു അഡ്രസ് വെൻ ഇൻ്റർപ്രിറ്റിംഗ് ഇറ്റ്. ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രോബ്ലം മാറ്റാൻ വേണ്ടി വന്നിട്ടുള്ള റൂളാണെങ്കിൽ അത് മാറ്റുന്ന രീതിയിൽ വേണം ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ എന്നാണ് മിസ്ചിഫ് റൂളിൽ പറയുന്നത്. മിസ്ചിഫ് ഒഴിവാക്കുന്ന രീതിയിൽ വേണം ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ എന്നതാണ് മിസ്ചിഫ് റൂളിൽ മെൻഷൻ ചെയ്യുന്നത്. And the last and final rule is purposive approach. This is already mentioned. Purposive approach എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഒരു ആക്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ പർപ്പസ് എന്താണോ ആ പർപ്പസിൻ്റെ ബേസിസിൽ വേണം നമ്മളവിടെ ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ. അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം അപ്രോച്ച് നടത്താൻ, അതിൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ. അല്ലാതെ അതിൻ്റെ ആ പർപ്പസ് വിട്ടിട്ട് തെറ്റായ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു റൂളിൻ്റെ അകത്ത് പറയുന്നത്. ഈ 6 റൂളും നിങ്ങൾക്ക് നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം.
എയ്ഡ്സ് എഴുതുക, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി എഴുതുക, ഒബ്ജക്റ്റീവ്സ് എഴുതുക, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് മാത്രമായിട്ട് എസ് ആയിട്ട് ചോദിക്കാം. അത് ചോദിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ട് എന്താണെന്ന് പാർട്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടൊക്കെ ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്റ്റാറ്റ്യൂട്ട് എന്താണെന്ന് എസ് ചോദിക്കുക. അപ്പോൾ പാർട്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ട്, സ്റ്റാറ്റ്യൂട്ട് എന്നാൽ എന്താണ്, ഇൻ്റർപ്രിട്ടേഷൻ എന്നാൽ എന്താണ്, എല്ലാ ഭാഗങ്ങളും നല്ല രീതിക്ക് വിശദീകരിച്ച് എഴുതി മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട് എന്നുള്ള ടോപ്പിക്ക്. സോ ഇവിടെ വെച്ച് സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ പറയപ്പെട്ടുള്ള സെഷൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഫീൽ ഫ്രീ ടു ആസ്ക്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.